കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. രക്തം പുരണ്ട ഭൂമിയിൽ അത് നീണ്ട നിഴലുകൾ വീഴ്ത്തി. ദിവസങ്ങളോളം യുദ്ധം തുടർന്നു. ഇപ്പോൾ വിധിയുടെ നിമിഷം വന്നിരിക്കുന്നു. എല്ലാവരിലും വെച്ച് ഏറ്റവും വലിയ യോദ്ധാവ് കർണൻ തന്റെ വിധി നേരിടുന്ന നിമിഷം. മഹാരഥത്തിൽ കർണൻ തന്റെ സഹോദരൻ അർജുനനെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ യുദ്ധക്കളം നിശബ്ദമായി. വിധിയുടെ മന്ത്രങ്ങൾ കാറ്റുവഹിച്ചു. ദേവന്മാർ പോലും ഈ നിമിഷത്തിലേക്ക് കണ്ണുകൾ തിരിച്ചു. വർഷങ്ങളോളം കർണനും അർജുനനും എതിർവശങ്ങളിൽ പോരാടി. ഒരേ രക്തം അവരുടെ സിരകളിലൂടെ ഒഴുകുന്നത് അറിയാതെ. കുന്തിയുടെ ഉപേക്ഷിക്കപ്പെട്ട മകനായ കർണൻ സമൂഹത്താൽ നിരസിക്കപ്പെട്ട, വിധിയാൽ അപമാനിക്കപ്പെട്ട ഒരു സൂതനായി ജീവിച്ചു. എന്നിട്ടും ദുര്യോധനനോടുള്ള വിശ്വസ്തതയാൽ ബന്ധിതനായ കൗരവ സൈന്യത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാവായി അദ്ദേഹം ഉയർന്നു വന്നു. അർജുനന്റെ അരികിൽ നിന്നിരുന്ന ഭഗവാൻ കൃഷ്ണന് കർണന്റെ സമയം വന്നിരിക്കുന്നുവെന്ന് അറിയാമായിരുന്നു. എന്നാൽ ഒരു സാധാരണ ശക്തിക്കും കർണനെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും അവൻ അറിയാമായിരുന്നു. യുദ്ധം കൊടുങ്കാറ്റായി മാറിയപ്പോൾ കർണൻ ഒരു തടയാനാവാത്ത കൊടുങ്കാറ്റ് പോലെ പോരാടി. അവന്റെ അസ്ത്രങ്ങൾ അർജുനന്റെ പ്രതിരോധ നിരയെ ഭേദിച്ചു. പാണ്ഡവ രാജകുമാരനെ അവന്റെ പരാജയത്തിലേക്ക് തള്ളിവിട്ടു. സാരഥിയായ കൃഷ്ണന് പോലും അർജുനൻ പരാജയപ്പെടുന്നത് കാണാൻ കഴിഞ്ഞു. എന്നാൽ പിന്നീട് വിധി ഇടപെട്ടു. കർണൻ തന്റെ ഏറ്റവും ശക്തമായ ആയുധം പുറത്തിറക്കാൻ പോകുമ്പോൾ അവന്റെ രഥചക്രം നിലത്ത് താഴ്ന്നു. അവനത് വലിച്ചു, പക്ഷെ അത് അനങ്ങിയില്ല. അവന്റെ ഹൃദയം തകർന്നു. ഒരിക്കൽ തന്നെ ശപിച്ച തന്റെ ഗുരുവായ പരശുരാമന്റെ വാക്കുകൾ അവൻ ഓർത്തു. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ മറക്കും. ആ നിമിഷം കർണനു ചുറ്റും ഒരു ഭയാനകമായ നിശബ്ദത അനുഭവപ്പെട്ടു. അവന്റെ മനസ്സ് ശൂന്യമായി. അവന്റെ ശക്തി ക്ഷയിച്ചു. അവന്റെ ആയുധങ്ങളെക്കുറിച്ചുള്ള ദിവ്യമായ അറിവ് അവനെ വിട്ടുപോയി. രഥം കുടുങ്ങിക്കിടക്കുന്നത് കണ്ട് കർണൻ നിലത്തേക്കിറങ്ങി ചക്രമുയർത്താൻ പാടുപെട്ടു. നിരാശയോടെ അവൻ അർജുനന്റെ നേരെ കൈയുയർത്തി പറഞ്ഞു, അർജുന, നീ ധർമ്മത്തിന്റെ യോദ്ധാവാണ്. നിരായുധനായ ഒരാളെ ആക്രമിക്കരുത്. എന്റെ രഥം ഞാൻ ശരിയാക്കട്ടെ, അപ്പോൾ നമ്മൾ തുല്യരായി പോരാടാം. ഒരു നിമിഷം അർജുനൻ മടിച്ചു. അദ്ദേഹം മാന്യനായൊരു മനുഷ്യനായിരുന്നു. നിരായുധനായ ശത്രുവിനെ ആക്രമിക്കുന്നത് അദ്ദേഹം നിലകൊണ്ട് എല്ലാത്തിനും എതിരായിരുന്നു. എന്നാൽ കൃഷ്ണൻ അർജുനനെ നോക്കി കർണൻ ധർമ്മം ലംഘിച്ച എല്ലാ സമയങ്ങളെയും ഓർമ്മിപ്പിച്ചു. കൗരവസഭയിൽ കർണൻ ദ്രൗപദിയെ അപമാനിച്ചപ്പോൾ, കർണൻ സ്വന്തം സഹോദരന്മാർക്കെതിരെ അധർമ്മത്തോടൊപ്പം പോരാടിയപ്പോൾ, സത്യമറിഞ്ഞിട്ടും കർണൻ ദുര്യോധനന്റെ അനീതികളിൽ പങ്കുചേർന്നപ്പോൾ. അർജുന, കർണൻ വിധിയുടെ ഇച്ഛാപ്രകാരം ജീവിച്ചു. വിധി ഇപ്പോൾ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് അവനെ ആക്രമിക്കൂ. അർജുനൻ പല്ലുകൾ കടിച്ചു. കൈകൾ വില്ലിൽ വിറച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. പക്ഷേ വിധി അവന്റെ രക്തം ആവശ്യപ്പെട്ടു. ഹൃദയഭാരത്തോടെ അർജുനൻ അസ്ത്രം വിട്ടു. ദിവ്യായുധം മിന്നൽ പോലെ വായുവിലൂടെ കടന്നുപോയി. കർണന്റെ നെഞ്ചിൽ തുളച്ചു കയറി. ഒരു നിമിഷം കർണൻ നിശ്ചലനായി നിന്നു. അവന്റെ സ്വർണകവചം നഷ്ടപ്പെട്ടു. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. എന്നിട്ടും അവൻ പുഞ്ചിരിച്ചു. അവന്റെ വിധി അവൻ എല്ലായ്പ്പോഴും അറിഞ്ഞിരുന്നു. അവൻ ഒരു യോദ്ധാവായി ജീവിച്ചിരുന്നു. ഇപ്പോൾ അവൻ ഒരു യോദ്ധാവായി മരിക്കും. അവൻ നിലത്ത് വീണപ്പോൾ അവന്റെ ജീവിതം അവന്റെ കൺമുന്നിൽ മിന്നിമറിഞ്ഞു. അവന്റെ അമ്മ കുന്തി അവനെ ഉപേക്ഷിച്ച നദി, ശക്തി ഉണ്ടായിരുന്നിട്ടും ഒരു സൂതനാണെന്ന് പരിഹസിക്കപ്പെട്ട ദിവസം, ദുര്യോധനൻ അവനെ ഒരു സുഹൃത്തെന്ന് വിളിച്ച നിമിഷം, അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ആ ബഹുമാനം ലഭിച്ച നിമിഷം. ഒടുവിൽ അവൻ തൻ്റെ അമ്മയായ കുന്തിയുടെ മുഖം കണ്ടു. താൻ അവളുടെ ആദ്യജാതനായ മകനാണെന്ന്, മൂത്ത പാണ്ഡവനാണെന്ന് അവന് വെളിപ്പെടുത്തി. ആകാശമിരുണ്ടു. യുദ്ധക്കളം യോദ്ധാക്കളുടെ നിലവിളികളാൽ പ്രതിധ്വനിച്ചപ്പോൾ മഹാനായ കർണൻ അന്ത്യശ്വാസം വലിച്ചു. ഒരു വില്ലനായിട്ടോ ശത്രുവായിട്ടോ അല്ല, മറിച്ച് വിധിയാൽ ബന്ധിതനും വിധിയാൽ തകർന്നവനുമായ ഒരു ദുരന്ത നായകനായി. സൂര്യപുത്രനായ കർണൻ നിത്യതയുടെ കൈകളിൽ വീണപ്പോൾ അവന്റെ ദിവ്യപിതാവായ സൂര്യൻ പോലും വിലപിക്കുന്നതായി